വെൽക്കം ബാക്ക്. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഈ വർഷത്തെ അവസാനത്തെ മാസങ്ങളിലേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ ആണിത്. സോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര മൈൻഡ് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും മലനിരകളിൽ പോയിട്ട് അവിടുത്തെ ബ്യൂട്ടി കണ്ട് നമ്മുടെ ഉള്ള ഒരു ഹാപ്പിനെസ് കുറച്ച് ഇൻക്രീസ് ആക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഉള്ള ഹാപ്പിനെസ് അല്ല, ഇല്ലാത്ത ഹാപ്പിനെസ് കുറച്ച് ഇൻക്രീസ് ആക്കാമെന്ന് വിചാരിച്ചു. നേരെ പരുന്തുംപാറയിലേക്കുള്ള ആ ഒരു ഗൂഗിൾ മാപ്പ് തയ്യാറാക്കി വെച്ചു. ഒരു 20 കിലോമീറ്റർ പോയപ്പോഴത്തേക്കും തന്നെ ഒരു ചായക്കട കയറി ഒരു ചായ കുടിച്ചപ്പം ഇനിയും ഒരു 80 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മടുപ്പ് കയറി വന്നു. പക്ഷേ ആ മടുപ്പ് ഞാൻ വകവയ്ക്കാതെ എൻ്റെ ലക്ഷ്യം നേരെ പരുന്തുംപാറയിലേക്ക് തന്നെ ഞാൻ വണ്ടി ആക്സിലേറ്റർ കൈ കൊടുത്തു. സോ അങ്ങനെ പരുന്തുംപാറ അടുക്കാറായി. അങ്ങനെ ഞാൻ പരുന്തുംപാറ എത്തി. അതിന് ബാക്ക് സൈഡിലേക്കാണ് ഞാൻ ഫസ്റ്റ് പോയത്. ആ മലനിരയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി. സാധാരണ വണ്ടി ഇങ്ങനെ നിന്ന് പോകേണ്ടതാണ് ചെറിയ മലകളൊക്കെ കയറുമ്പോൾ, പക്ഷേ ഇതങ്ങ് ഓടിച്ച് കയറി. അത്യാവശ്യം അവിടെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല, ബഹളങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ അവിടെ ഇറക്കി വെക്കാൻ പറ്റി. സമയം ഇപ്പോൾ 3 മണിയായി. നല്ല മഞ്ഞുണ്ട്, കൂടാതെ നല്ല ചെറിയ ചെറിയ മഴത്തുള്ളികളുണ്ട്. അങ്ങനെ മഴത്തുള്ളികളും മഞ്ഞും കാറ്റും കൊണ്ട ഒരു നിമിഷമാണ്. അതിനുശേഷം നേരെ യഥാർത്ഥ വ്യൂ പോയിന്റിലേക്ക് പോയി. ശരിക്കും ഈ വഴിയെ നേരെ താഴത്തേക്ക് ഇറങ്ങണം. എന്തിനാണെന്നറിയോ? ഈഗിൾ റോക്ക് കാണാൻ കൂടി ഇല്ലെന്ന് തോന്നുന്നു. വേർ ഇസ് ദ ഈഗിൾ റോക്ക്? ഒരു ചെറിയ ഫോഗ് പോയതോടുകൂടി ഈഗിൾ റോക്ക് അതിമനോഹരമായി തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ ഓർത്ത് കംപ്ലീറ്റ് ഫോഗായിട്ട് ഇനി അങ്ങോട്ട് കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ബി പോസിറ്റീവ്, ഫോഗെല്ലാം പോയി നല്ല ക്ലിയറായി പോകുന്നു. മെയിനായിട്ട് ഇവിടെ നല്ല കാറ്റുണ്ട്. ആ കാറ്റുകൊണ്ട് ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കില്ല ഈ ഫോഗ്, അതായിരിക്കാം. ഈഗിൾ റോക്കിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്. വന്ന വഴിയാണ് ആ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. ശബ്ദമല്ല, കാണുകയും ചെയ്യാം. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു വ്യൂവിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു റിസോർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രകൃതിയുടെ ഭംഗി പോകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. സോ അതൊക്കെ അനുവദിക്കാതിരിക്കുക എന്നാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള സംഭവം. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആൾക്കാർക്ക് പഴയ ആ മികവോട്, പഴയ തനതായ ലുക്കിലോട് തന്നെ കാണാൻ പറ്റുക. നേരത്തെ ഇവിടെ വരുമ്പോഴൊക്കെ ഇതുവഴി ഇറങ്ങി ആ റോക്കിൻ്റെ പൊക്കത്ത് കയറാറുണ്ട്. ഇപ്പോൾ കയറാനുള്ള പ്ലാനില്ല, എന്നാലും എവിടം വരെ പോകും നോക്കാം. ആ മേളിൽ നിന്ന് ഇറങ്ങി ഇതുവഴി നടന്ന് ഇതുവഴി വന്ന് ഇതുവഴി ഇറങ്ങി ഇവിടെ വരുമ്പോഴാണ് ലെവൽ കംപ്ലീറ്റ് ആക്കുന്നത്. എന്തായാലും കൊള്ളാം, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെയൊക്കെ മഴ പെയ്ത് കിടക്കുന്ന കാരണം നല്ല വഴുക്കലുണ്ടാവും. സോ റിസ്ക് എടുക്കുന്നില്ല. മേളിൽ നിന്ന് കാണുന്നവർക്ക് ഈ ഒരു കാഴ്ച കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം മേളിൽ ഭയങ്കര ഫോഗായി. മേളിലാണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്നാണ് വ്യൂ കാണുന്നത്. അവിടെ കൈവരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അത്യാവശ്യം ആൾക്കാരും കാണാൻ നിൽക്കുന്നത്. സോ അവർക്ക് ഈ താഴത്ത് ഈ ഒരു വ്യൂ കിട്ടുന്നില്ല. എന്തായാലും മേളിലേക്ക് പോവാണ്. സന്തോഷമായി. ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കുകയല്ലേ പാട്ടും കേട്ട്. പെട്ടെന്നായിരുന്നു അവൻ്റെ വരവ്. നല്ല രീതിയിൽ അവിടെ ഫോഗ് കംപ്ലീറ്റ്ലി നിറഞ്ഞു. നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടി ആവുന്ന പോലെ തന്നെ ഈ കുന്നുകളും മലകളൊക്കെ ഈ മഞ്ഞ് വന്നതോടുകൂടി അവിടുത്തെ ആ ഒരു ബ്യൂട്ടി കൂടുന്നു. അങ്ങനെ ഒരു കാഴ്ചയാണ്. എന്താന്ന് പറഞ്ഞേ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഈ മല കയറി ബൈക്കെടുത്ത് നേരെ പോകാം. പോകുന്ന വഴിയാ ഒരു 1 കിലോമീറ്റർ മാറുമ്പോഴാണ് മേട്ടുക്കുറിഞ്ഞി എന്ന് പറഞ്ഞ സംഭവം പൂത്ത് നിൽക്കുന്നത്. നീലക്കുറിഞ്ഞി പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ മേട്ടുക്കുറിഞ്ഞി. ഞാൻ കാണാൻ വേണ്ടി കയറിയില്ല, കാരണം നീലക്കുറിഞ്ഞി കണ്ട് ആ കൊതി അങ്ങ് തീർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ സമയം പോയത് അതാണ് മെയിനായിട്ടും. സമയം പോയി ചെല്ലുമ്പോൾ 7 മണി 8 മണിയാവും. അപ്പോൾ അതിന് മുന്നേ പോകണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തി ജസ്റ്റ് ആൾക്കാരൊക്കെ കയറി പോകുന്നത് കണ്ടു പോകാൻ തീരുമാനിച്ചു. ഇതുപോലെ മഞ്ഞ് ഭയങ്കര കവറായ റോഡിൽ കൂടെ പോകുന്ന യാത്ര ഒരു വല്ലാത്ത ഫീലാണ്. അതിപ്പോൾ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
ഈ ഒരു യാത്ര കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫൈഡ് തോന്നിയ ഒരു നിമിഷമാണ് ഇത്. രണ്ട് സൈഡിലും പച്ചപ്പ്, ഭയങ്കര ഫുള്ള് കവറായ മഞ്ഞ്, പിന്നെ നല്ല റോഡ്, ഇതൊക്കെ ഭയങ്കര. പിന്നെ ഓപ്പോസിറ്റ് ആ മഞ്ഞ ലൈറ്റിൽ വരുന്ന വണ്ടികളാണ് അത് ഒരു വേറെ ലെവലിൽ എത്തിക്കുന്നത്, വേറൊരു മൂഡിലേക്ക് എത്തിക്കുന്നത്. തുടക്കം തൊട്ട് പറയാമല്ലോ, ആദ്യം തിരിച്ച് അങ്ങ് പോകുമ്പോൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രതീക്ഷിച്ചിട്ടില്ല പോകുന്ന വഴിയെ. പക്ഷേ പോകുന്ന വഴി അങ്ങോട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ ഈ കണ്ട കാഴ്ചയാണ് ഈ ഒരു യാത്രയെ മറ്റ് വേറെ ലെവലിലേക്ക് മാറിയത്. പിന്നെ പോകുന്ന വഴി പല സ്ഥലത്തും വണ്ടിയൊക്കെ നിർത്തി ആ ഒരു മഞ്ഞൊക്കെ ആസ്വദിച്ച്, ആ മഞ്ഞൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ സമയത്ത് തന്നെ കാറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും പ്രകൃതിയുടെ ഒരു സുന്ദരമായ നിമിഷം എന്ന് പറയാം. അത്രയ്ക്കും ഞാനത് ഒബ്സർവ് ചെയ്തു, അത് ഫീൽ ചെയ്തു. എന്തായാലും ഇനി തിരിച്ചിറങ്ങുകയാണ്. തിരിച്ച് കുറച്ച് ചെല്ലുമ്പോൾ ഈ മഞ്ഞൊക്കെ പെട്ടെന്ന് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ടെറൈനിൽ മാത്രമായിരിക്കും ഈ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇനി നേരെ ചുരം ഇറങ്ങുകയാണ്. പോകുന്ന വഴി മഞ്ഞൊക്കെ പതിയെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ മാറിയ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. ആ തലവേദന ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ ചുരം ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം. നമ്മൾ ആ സന്തോഷത്തിൻ്റെ ഇതിൽ അതെല്ലാം മറന്നു. അതാണ് പ്രകൃതിയുടെ മാജിക്. താങ്ക് യു.